എല്ലാവർക്കും ക്രിസ്തയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത ശാപത്തെക്കുറിച്ചാണ്. ശാപം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ക്ഷയാത്മകമായിട്ടുള്ള ഒരു ചിന്താഗതി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ശാപത്തെ മുഴുവൻ അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ദാവീദ് രാജാവ് തന്റെ മകനായ അബ്ശലോമിനെ പേടിച്ച് ഒരു ദുർഗത്തിൽ വന്ന് തന്റെ ഭൃത്യന്മാരുമായി താമസിക്കുന്ന സമയത്ത് ശിമയി എന്ന് പറയുന്ന ശൗലിന്റെ കുലത്തിലുള്ള ഒരു മനുഷ്യൻ വന്ന് ദാവീദ് രാജാവിനെ ശപിക്കുകയാണ്. ശാപം ഇങ്ങനെയാണ്: രക്തപാതക നീച, നീ പോ പോ പോ. വെറുതെ ശപിക്കുകയല്ല, പൂഴി മണ്ണ് വാരി എറിഞ്ഞ് ശപിക്കുകയാണ്. ദാവീദ് രാജാവ് താഴ്വരയിലൂടെ നടന്നുപോയി, കൂടെ നടന്ന് ശപിച്ചു. അല്പമൊന്ന് ഓടി, അപ്പോൾ കൂടെ ഓടി ശപിച്ചു. ഈ ശാപവാക്കുകൾ മുഴുവൻ കേട്ടുകൊണ്ട് നിന്ന് അബീശായി എന്ന് പറയുന്ന ഭൃത്യൻ തന്റെ ഉറയിൽ നിന്ന് വാൾ ഊരിയെടുത്ത് എന്റെ യജമാനനെ ശപിക്കാൻ ഈ ചത്ത നായ ആര് എന്ന് ചോദിക്കുമ്പോൾ അബീശായിയെ തടഞ്ഞുകൊണ്ട് ദാവീദ് രാജാവ് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ശ്രദ്ധേയം. അതിങ്ങനെയാണ്: അവൻ ശപിക്കട്ടെ, ശപിക്കട്ടെ, ശപിക്കട്ടെ. എങ്കിലും ഇന്നെന്റെ സങ്കടം കണ്ടിട്ട് എൻ്റെ യഹോവയായ ദൈവം ഈ ശാപങ്ങളെ മുഴുവൻ എനിക്ക് അനുഗ്രഹങ്ങളാക്കി തീർക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ എവിടെ നിന്നൊക്കെ നമുക്ക് ശാപങ്ങൾ ഏറ്റിട്ടുണ്ട്? ആരൊക്കെ നമ്മൾ ശപിച്ചിട്ടുണ്ട്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ശാപങ്ങളെ മുഴുവൻ അനുഗ്രഹങ്ങളാക്കി തരാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ലോകത്ത് ആര് വേണമെങ്കിലും നമ്മളെ ശപിച്ചോട്ടെ, ഈ ലോകത്ത് ആര് വേണമെങ്കിലും നമ്മളെ നിന്ദിച്ചോട്ടെ, പരിഹസിച്ചോട്ടെ, പുച്ഛിച്ചോട്ടെ, ആ ഒരവസ്ഥ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ശാപത്തെ മുഴുവൻ, ആ നാണക്കേടിനെ മുഴുവൻ, ആ പരിഹാസങ്ങളെ മുഴുവൻ അനുഗ്രഹങ്ങളാക്കി തീർക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ പ്രഭാതം അതിനുതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ നീ നൽകിയ ചിന്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. പലരും ഞങ്ങളെ ആവശ്യമില്ലാതെ ശപിച്ചവരാണ്. എന്നാൽ ആ ശാപങ്ങളൊന്നും ഞങ്ങൾ കേൾക്കാതെ പാതി വഴിയിൽ വെച്ച് അത് പിടിച്ചെടുത്തിട്ട് അനുഗ്രഹങ്ങളാക്കി ഞങ്ങളുടെ അടുത്തേക്ക് അത് അയക്കുന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യും. കർത്താവെ, നീ ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണം. ഇന്ന് പകലിൽ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും നീ അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ അറിയുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥന കേട്ടവനായി സ്തുതിക്കുന്നു. മാനവും മഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.